Good morning to all. Today I am going to discuss about the basic economic problems. Okay. Every economy faces some basic economic problems. These problems are also called central problems of an economy. Okay. What are the basic economic problems അല്ലെങ്കിൽ central economic problems എന്ന് നമുക്ക് നോക്കാം. First problem, what to produce. Second, how to produce. Third, for whom to produce. Fourth, how to achieve economic growth. Fifth, how to ration അല്ലെങ്കിൽ allocate given quantity of a commodity. These are the important basic problem of an economy. Okay. Now, what to produce. What to produce refers to those goods and services and the quantity of each that the economy should produce. അപ്പോൾ വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ളത് എന്തായിട്ട് ബന്ധപ്പെട്ടതാണ്? പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് കമ്മോഡിറ്റി ദാറ്റ് എൻ എക്കോണമി ഷുഡ് പ്രൊഡ്യൂസ്. അപ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതുപോലെ തന്നെ എത്ര എമൗണ്ട് ഓരോ കമ്മോഡിറ്റീസ് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ അതിൽ വരുന്നുണ്ട്. ഓക്കെ, ദിസ് ക്വസ്റ്റ്യൻ ഈസ് കൺസേൺ വിത്ത് ദ അലോക്കേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ് അമംഗ് ആൾട്ടർനേറ്റീവ് യൂസസ്. ഓക്കെ, കാൾഡ് റിസോഴ്സ് അലോക്കേഷൻ. അപ്പോൾ ദിസ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു റിസോഴ്സ് അലോക്കേഷൻ. ഓക്കെ, അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് അമംഗ് ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ്. ബിക്കോസ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്, നോ എക്കോണമി ക്യാൻ പ്രൊഡ്യൂസ് as much of every goods and services as desired by all members of society. നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാ കമ്മോഡിറ്റീസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? അവർ റിസോഴ്സസ് ആർ ലിമിറ്റഡ് ബട്ട് അവർ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. സപ്പോസ് ഇഫ് അവർ റിസോഴ്സസ് ആർ അൺലിമിറ്റഡ് then no, this problem will not arise. ഇല്ലേ? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഇഷ്ടം പോലെയാണ്, പ്ലൻറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ള ക്വസ്റ്റ്യൻ ഒരിക്കലും ഉണ്ടാവില്ല. എന്താ നമുക്ക് ആഗ്രഹിച്ചാലും നമുക്കത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, അല്ലേ? ബിക്കോസ് വി ഹാവ് അൺലിമിറ്റഡ് റിസോഴ്സ്. ബട്ട് ആക്ച്വലി ഇൻ എനി എക്കോണമിക് സിസ്റ്റം എന്താണ് അവിടെ സംഭവിക്കുന്നത്? ദർ ഇസ് എ പ്രോബ്ലം ഓഫ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. അതുണ്ട്. അപ്പോൾ റിസോഴ്സസ് സ്കേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ള പ്രോബ്ലം ഉൽപ്പാദിക്കുക. അപ്പോൾ വി ഹാവ് ടു പ്രൊഡ്യൂസ് കമ്മോഡിറ്റീസ്. ഓക്കെ, we have to produce the commodity based on our limited resources. അപ്പോൾ അതുകൊണ്ടാണ് വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ള ഈ പ്രോബ്ലം അറൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഹൗ ക്യാൻ വി സോൾവ് ദിസ് പ്രോബ്ലം? ഇൻ എ ഫ്രീ എൻ്റർപ്രൈസസ് ഇക്കോണമി ദ പ്രോബ്ലം ഓഫ് വാട്ട് ടു പ്രൊഡ്യൂസ് ഈസ് സോൾവ്ഡ് ബൈ ദി പ്രൈസ് മെക്കാനിസം. അപ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി അല്ലെങ്കിൽ ഫ്രീ എൻ്റർപ്രൈസസ് ഇക്കോണമിയിൽ പ്രൈസ് മെക്കാനിസമാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു സെൻട്രലി പ്ലാൻഡ് എക്കോണമിയിൽ ദ ബേസിക് വാട്ട് ടു പ്രൊഡ്യൂസ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് പ്ലാനിങ് കമ്മീഷനാണ്. ഓക്കെ, അതുപോലെ ഇൻ എ മിക്സഡ് എക്കണോമിക് സിസ്റ്റം ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഇൻറ്ററാക്ട് ഇൻ സോൾവിങ് ദ ബേസിക് എക്കണോമിക് പ്രോബ്ലം ഓഫ് വാട്ട് ടു പ്രൊഡ്യൂസ്. ക്ലിയർ ആണോ? അപ്പോൾ ദിസ് ആർ ദ മെക്കാനിസംസ് ഫോർ സോൾവിങ് ദി പ്രോബ്ലം ഓഫ് വാട്ട് ടു പ്രൊഡ്യൂസ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ടു പ്രൊഡ്യൂസ്. ഹൗ ടു പ്രൊഡ്യൂസ് റെഫേഴ്സ് ടു ദ ചോയ്സ് ഓഫ് ടെക്നിക്. അപ്പോൾ ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ചോയ്സ് ഓഫ് ടെക്നിക് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് പർട്ടിക്കുലർ ടെക്നിക് ടു യൂസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പോൾ ഏത് കോമ്പിനേഷനാണ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലേബർ ഓൺ ക്യാപിറ്റൽ ലേബർ. അപ്പോൾ ഫോർ പ്രൊഡക്ഷൻ പ്രോസസ് ഫോർ പ്രൊഡക്ഷൻ വി നീഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ നമുക്ക് എന്തുണ്ട്? ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കും ഉണ്ട്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കും. അപ്പോൾ ദിസ് ഈസ് റിലേറ്റഡ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, വെദർ വി യൂസ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ഓർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്. ലേബർ ഇൻറ്റൻസീവ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ ലേബർ ഉപയോഗിക്കുന്നു, കുറച്ച് എമൗണ്ട് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നു.
ഓക്കെ. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെങ്കിൽ കൂടുതൽ എമൗണ്ട് ക്യാപിറ്റലും ലെസ് എമൗണ്ട് ലേബർ ഉപയോഗിക്കും. അപ്പോൾ ദീസ് ആർ ടു ഇമ്പോർട്ടൻറ്റ് ഓപ്ഷൻസ് ഫോർ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ഇതും എന്തുകൊണ്ട് വരുന്നതാണ്? സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. ഓക്കെ, റിസോഴ്സസ് ലിമിറ്റഡ് ആയതുകൊണ്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ടെക്നിക് ഈച്ച് പ്രൊഡ്യൂസേഴ്സ് ഓക്കെ ഹൗ ടു സെലക്ട്. അപ്പോൾ ഏതാണ് പ്രൊഡ്യൂസേഴ്സ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നത്. വെദർ ദ സെലക്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക് ഓർ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കാണോ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കാണോ എന്നുള്ള ക്വസ്റ്റ്യൻ എറൈസ് ചെയ്യുന്നത് ഡ്യൂ ടു സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ആണ്. ഓക്കെ, ഇനിയും ഹൗ ക്യാൻ വി സോൾവ് ദിസ് പ്രോബ്ലം ഇൻ എ ഫ്രീ എൻ്റർപ്രൈസസ് എക്കോണമി? ദിസ് പ്രോബ്ലം ഈസ് സോൾവ്ഡ് ബൈ ദ പ്രൈസ് മെക്കാനിസം. പ്രൈസ് മെക്കാനിസമാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഏത് എക്കോണമിയിൽ? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അല്ലെങ്കിൽ ഫ്രീ എൻ്റർപ്രൈസ് എക്കോണമി. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ ക്യാപിറ്റലിൻ്റെ പ്രൈസ് കൂടിയാൽ എന്താണ്? പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യുന്നു? പിന്നെ കൂടിയാൽ അല്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെ പ്രൈസ് കുറഞ്ഞു പെട്ടെന്ന്. അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് സ്വിച്ച് ദ പ്രൊഡക്ഷൻ ടെക്നിക് ഫ്രം ലേബർ ഇൻറ്റൻസീവ് ടു ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. കാരണം എന്താണ്? ലേബറിൻ്റെ എമൗണ്ട് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ കൂടുതലാണ്, റേറ്റ് കൂടുതലാണ്. കാരണം ക്യാപിറ്റലിൻ്റെ പ്രൈസ് കുറഞ്ഞു. അപ്പോൾ ചീപ്പ് ഏതാണോ അതിലോട്ട് സ്വിച്ച് ചെയ്യും. ഓക്കെ, അതാണ് മാറും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഹാപ്പനിങ്. അപ്പോൾ പ്രൈസ് മെക്കാനിസമാണ് ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ഇത് തീരുമാനിക്കുന്നത്. ഓക്കെ, അതുപോലെ സെൻട്രലി പ്ലാൻഡ് എക്കോണമിയിൽ പ്ലാനിംഗ് കമ്മീഷൻ സോൾവ് ദിസ് പ്രോബ്ലം. അതുപോലെ മിക്സഡ് എക്കണോമിക് സിസ്റ്റം ഗവൺമെൻറ്റും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറും ഒരുമിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഫോർ whom ടു പ്രൊഡ്യൂസ്. ഓക്കെ, അപ്പോൾ ഈ ഫോർ whom ടു പ്രൊഡ്യൂസ് റെഫേഴ്സ് ടു ഹൗ ദ ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ ഹൗ ദി ടോട്ടൽ ഔട്ട്പുട്ട് ഈസ് ടു ബി ഡിവൈഡ് അല്ലെങ്കിൽ അലോക്കേറ്റ് അമംഗ് കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിച്ച സാധനം അല്ലെങ്കിൽ സേവനങ്ങൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫോർ whom ടു പ്രൊഡ്യൂസ് എന്നുള്ളത് ഇറ്റ് ഈസ് ആക്ച്വലി റിലേറ്റഡ് ടു അലോക്കേഷൻ ഓഫ് produced output among the consumers. Okay, since goods and services produced in a very economy are limited, അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആണ്. അവർ പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ലിമിറ്റഡ് ആണ്. അത് നോ സൊസൈറ്റി ക്യാൻ സാറ്റിസ്ഫൈ ഓൾ ദ വാണ്ട്സ് ഓഫ് ഇറ്റ്സ് എൻ്റർ പീപ്പിൾ. ജനങ്ങളുടെ എല്ലാ ആഗ്രഹവും ഒരുമിച്ച് ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല. റിസോഴ്സസ് അതുകൊണ്ട് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇനിയും ഈ ഫ്രീ മാർക്കറ്റ് എക്കോണമിയിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ആരാണ്? പ്രൈസ് മെക്കാനിസമാണ്. പ്രൈസാണ് തീരുമാനിക്കുക. ഓക്കെ, അതുപോലെ ഇനി കമാൻഡ് എക്കോണമി അല്ലെങ്കിൽ ഗവൺമെൻറ് എക്കോണമി ആണെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓറിയൻറ്റഡ് എക്കോണമിയാണ്. കമ്മോഡിറ്റീസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പീപ്പിൾ ത്രൂ ഗവൺമെൻറ് ഡിസ്ട്രിബ്യൂഷൻ ഔട്ട്ലെറ്റ്. ഗവൺമെൻറ് ഡിസ്ട്രിബ്യൂഷൻ ഔട്ട്ലെറ്റിലൂടെ ആയിരിക്കും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ പിന്നെ മിക്സഡ് എക്കണോമിക് സിസ്റ്റം ആണെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഗവൺമെൻറ്റും പ്രൈവറ്റും ഒരുമിച്ചായിരിക്കും. അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ഫോർ whom ടു പ്രൊഡ്യൂസ്. അപ്പോൾ ഫോർ whom ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ദ അലോക്കേഷൻ ഓഫ് പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് അമംഗ് കൺസ്യൂമേഴ്സ്. ഇനി ഹൗ ടു അച്ചീവ് ഇക്കണോമിക് ഗ്രോത്ത്. ഇക്കണോമിക് ഗ്രോത്ത് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട problem. What is mean by economic growth? Economic growth is the process whereby the real per capita income of a nation increases over a long period of time. തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു രാജ്യത്തിൻ്റെ GDP അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകത്തിലുണ്ടാകുന്ന വർധനവിനെയാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് എങ്ങനെ നമുക്ക് എക്കണോമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യാം? അപ്പോൾ എക്കോണമിയിലെ റിസോഴ്സസ് ഫുള്ള് യൂട്ടിലൈസ് ചെയ്യുക, വേറെ ഒരു മാർഗ്ഗം അതിനില്ല. അപ്പോൾ ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഓൺലി സജഷൻ ഫോർ എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്തിന് ആരും സജസ്റ്റ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? ഒരു എക്കോണമിയുള്ള ക്യാപിറ്റൽ റിസോഴ്സ്, ലേബർ റിസോഴ്സസ്, അതുപോലെ തന്നെ ലാൻഡ് റിസോഴ്സസ് കംപ്ലീറ്റ് ഫുൾ യൂസ് ചെയ്യും.
അതതിനൊരു മാർഗ്ഗമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്യാത്തതാണ് പൂർ എക്കണോമിക് പെർഫോമൻസ് ഉണ്ടാകുന്നത്. ഫ്രീ മാർക്കറ്റ് ഇക്കോണമിയിൽ ഇക്കണോമിക് ഗ്രോത്ത് ഡിറ്റർമിൻ ചെയ്യുന്നത് പ്രൈസ് മെക്കാനിസമാണ്. അതുപോലെ തന്നെ അതുപോലെ കമാൻഡ് എക്കോണമി അല്ലെങ്കിൽ ഗവൺമെൻറ് ഓറിയൻറ്റഡ് എക്കോണമിയിൽ പ്ലാനിംഗ് കമ്മീഷനാണ് ഇക്കണോമിക് ഗ്രോത്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുപോലെ മിക്സ്ഡ് എക്കോണമിയിൽ അതുപോലെ ഗവൺമെൻറ്റിനും അതുപോലെ പ്രൈവറ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഇനി ഹൗ ടു റേഷൻ എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി. റേഷനിങ് റെഫേഴ്സ് ടു ദ അലോക്കേഷൻ ഓഫ് ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഓവർ ടൈം. അപ്പോൾ നമ്മുടെ കമ്മോഡിറ്റീസ് ഓവർ ടൈം നമ്മൾ എങ്ങനെ അലോക്കേറ്റ് ചെയ്യും? ഇത് റീസെൻ്റായിട്ട് വന്നൊരു ഡെവലപ്മെൻ്റാണ്. നമ്മൾ കറൻറ്റ് ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്യൂച്ചറിന് ഉപയോഗിക്കുക എന്നുള്ളൊരു ലോജിക്കാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് നാളേക്കും നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, നമ്മൾ ഭാവിയിലുള്ള ജനങ്ങളെ, അല്ലെങ്കിൽ ഭാവിയിൽ ചിലപ്പോൾ നമ്മളാവാം, നമ്മളെ കുട്ടികളാവാം, വേറെ ആരെങ്കിലും ആവാം, അവർക്കും നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മാറ്റിവെക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഹൗ ടു റേഷൻ എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ഓവർ ടൈമിൽ എങ്ങനെ നമ്മളിത് അലോക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ പ്രോബ്ലം. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെയാണ് ഒരു കമാൻഡ് എക്കോണമിയിൽ പ്ലാനിംഗ് കമ്മീഷൻ വിൽ ഡിസൈഡ്. അതുപോലെ തന്നെ മിക്സഡ് എക്കോണമിയിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ആരാണ്? ഇതുപോലെ തന്നെ ഗവൺമെൻറ്റും പ്രൈവറ്റുമാണ്. ഓക്കെ, ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഇതുപോലെ പ്രൈസ് മെക്കാനിസമാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ആർ ദ ബേസിക് പ്രോബ്ലം ഓഫ് എൻ എക്കോണമി. അപ്പോൾ 5 പ്രധാനപ്പെട്ട എക്കണോമിക് പ്രോബ്ലംസ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3ആണ്. ഇനിയിപ്പോൾ 5 എഴുതിയിട്ടില്ലെങ്കിൽ 3 പ്രോബ്ലംസ് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതണം. ഇതാണ് ട്രഡീഷണൽ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന 3 പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്. ഹൗ ടു പ്രൊഡ്യൂസ്, what to produce, how to produce, for whom to produce. How these problems can be solved in each economic system. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഈ എല്ലാ പ്രോബ്ലംസും അറൈസ് ചെയ്യുന്നത് ഡ്യൂ ടു ദ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ്. ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാൻ കാരണം എന്താണ്? റിസോഴ്സസ് ആർ സ്കേഴ്സ് ബട്ട് പീപ്പിൾസ് വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. ഇങ്ങനെ റിസോഴ്സസ് പ്ലെൻറ്റിയാണ്, വാണ്ട്സും പ്ലെൻറ്റിയാണ് എങ്കിൽ ദിസ് പ്രോബ്ലം വിൽ നോട്ട് അറൈസസ്. അല്ലെങ്കിൽ ദീസ് പ്രോബ്ലംസ് ആർ ഒരിക്കലും ഈ പ്രോബ്ലംസ് ഉണ്ടാവില്ല. അപ്പോൾ ദിസ് ഈസ് ദ സിറ്റുവേഷൻ. ഇത്രയേ ഉള്ളൂ ഇതിൽ. ദീസ് ആർ ദ ബേസിക് ഇക്കണോമിക് പ്രോബ്ലം. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ whom to produce, how to achieve economic growth, and how to ration a given quantity of a commodity.